ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി, പ്രോഫിറ്റ്മാർട്ട് സെക്യൂരിറ്റീസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഷെയർ വാങ്ങിക്കുന്നതും വിൽക്കുന്നതും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളും ഈ ആപ്പിലെ മറ്റ് ഓപ്ഷൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ടോപ്പിൽ തന്നെ ഡാഷ്ബോർഡ് ആണ് കാണിക്കുന്നത്. അവിടെ ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ഇപ്പോൾ ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുക, ലൈവ് നടക്കുന്ന സമയമാണ്, ലൈവാണ്. അവിടെ നിഫ്റ്റിയുടെ എത്ര വരെയുണ്ട്, നിഫ്റ്റി ഇൻഡെക്സ്, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ താഴേക്ക് വരുമ്പോൾ ഓർഡർ സെക്ഷൻ, ഞാൻ ഒരു ഓർഡർ ഇട്ടിട്ടില്ല. പൊസിഷൻസ്, ഇന്ന് പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് പൊസിഷനിലേക്കാണ് വരുന്നത്. അതിനുശേഷം മാത്രമേ മറ്റു രീതിയിലേക്ക് മാറുന്നുള്ളൂ. പിന്നെ മാർജിൻ അവൈലബിൾ, ഇപ്പോൾ ഇത്രയും രൂപയുടെ മാർജിൻ എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റോക്ക് ബ്രോക്കിങ്സിലൊക്കെ കൊമോഡിറ്റീസിനും എക്വിറ്റിക്കും സെപ്പറേറ്റായിട്ട് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ തുല്യമായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഫണ്ട് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറച്ച് മുമ്പ്, അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ കുറച്ച് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് കഴിഞ്ഞിട്ട് നമുക്ക് പൊസിഷൻസ്, എന്തായാലും പൊസിഷൻ ഒന്നും ഇല്ല, നമ്മൾ ഇന്നൊന്നും എടുത്തിട്ടില്ല. അതേപോലെ വാച്ച് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിലാണ് നമ്മൾ ഷെയറുകൾ ആഡ് ചെയ്യേണ്ടത്, നമുക്ക് വാങ്ങിക്കേണ്ട ഷെയറുകൾ. അതിപ്പോൾ എക്വിറ്റി ആണെങ്കിലും ശരി, ഫ്യൂച്ചേഴ്സ് ആണെങ്കിലും ശരി, ഇവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്വിറ്റി ഷെയർസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെർച്ച് കാണിക്കും. അപ്പോൾ നമുക്ക് സപ്പോസ് സിമ്പിളായിട്ടൊരു ഷെയർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ നോക്കാം. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡറൽ വരെ അടിച്ചതുള്ളൂ, അപ്പോഴത്തേക്ക് വന്നു. ഇപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന സ്റ്റോക്ക് കോഡ് കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിളിൽ കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ കോഡെല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ക്യാഷ് ആണോ എക്വിറ്റി, ഫ്യൂച്ചറിലാണോ ഫെഡറൽ ബാങ്ക് ആഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺട്രാക്റ്റാണ്, അതിനൊരു പ്രത്യേക കാലാവധി ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വിശാലമായിട്ട് അറിയാൻ ഉള്ള മറ്റ് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. എന്തായാലും നമ്മൾ ഇവിടെ ക്യാഷിലേക്ക് വന്നു, ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഇത് ആഡ് ചെയ്തു, സ്ക്രിപ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ ആഡായിട്ടുണ്ട്. ശേഷം നമ്മൾ ബാക്ക് അടിക്കുന്നു. ബാക്ക് അടിച്ച് വരുമ്പം ഇതിലേക്ക് ആഡായിട്ടില്ല. ഇപ്പോൾ ഒരു സെക്കൻഡ്, ഒന്നുകൂടി നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഫെഡറൽ ബാങ്ക് ആഡഡ് എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫെഡറൽ ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശ്രദ്ധപ്പെടാഞ്ഞാണോ എന്നറിയില്ല. അപ്പോൾ ഇവിടെ ഫെഡറൽ ബാങ്ക് വന്നിട്ടുണ്ട്. അപ്പം മറ്റ് ആപ്ലിക്കേഷനേക്കാട്ടിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ കൂടെ തന്നെ ചാർട്ടുകളും കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ചാർട്ട് നമുക്ക് താഴെ തന്നെ അവൈലബിൾ ആണ്. ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് അറിയാമല്ലോ, എന്താണ് റെസിസ്റ്റൻസ് ലെവൽസ് ഉണ്ട്, സപ്പോർട്ട് ലെവൽസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരുമാതിരിയൊക്കെ നമുക്ക് ഈ ഏരിയയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏത് സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കടക്കാൻ പ്രയാസപ്പെടുന്ന ആ ഒരു പോയിൻ്റാണ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോയി ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെയും താഴോട്ട് പോകാതെ ഇരിക്കുന്ന ഒരു ലെവലുണ്ട്, ആ ലെവലാണ് സപ്പോർട്ട്സ് ലെവൽ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്തിൽ കൃത്യമായിട്ട് ഈ ചാർട്ട് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 ഡേ ചാർട്ടുണ്ട്, 1 മിനിറ്റ് ചാർട്ട്, അതെല്ലാം നമ്മൾ വിശാലമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ ഇതിൽ കൂടുതൽ വലിയ രീതിയിൽ ചെയ്യുന്ന ഇത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ് ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ തന്നെ നമുക്ക് കാണാം മുകളിൽ പൾസ് എന്ന് പറയുന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ബ്രച്ച്ഡ് സപ്പോർട്ട് ലെവൽ 1 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം മിക്ക ആപ്പുകളിലും ഇല്ലാത്തൊരു ഫീച്ചറാണെന്നൊക്കെ. അപ്പോൾ സപ്പോർട്ട് ലെവൽ 1 എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ ഡെപ്തും അതിലത് എത്രത്തോളം ടോട്ടൽ ബയേഴ്സ് ഉണ്ട്, എത്രത്തോളം സെല്ലേഴ്സ് ഉണ്ട്, അവിടെയാണല്ലോ ഡിമാൻഡും സപ്ലൈ ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. അതായത് കൂടുതൽ ഡിമാൻഡുള്ള സാധനത്തിന് കൂടുതൽ വിലയുണ്ടാവും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണിക്കുന്ന ബയേഴ്സ് എത്രയുണ്ട്, സെല്ലേഴ്സ് എത്രയുണ്ട്, പിന്നെ ഫ്യൂച്ചേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫ്യൂച്ചേഴ്സ് ഇതിൽ പറയുന്നുണ്ട്, ഓപ്ഷൻസ്. ഇതൊക്കെ വിശാലമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് എന്താണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പ്രത്യേകമായിട്ട് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഇതെന്താണ്, പെർഫോമൻസ് എന്താണ്, പിവോട്ട് ലെവൽസ് കാണിക്കുന്നുണ്ട്, എവിടേക്കാണ് സപ്പോർട്ട്, എവിടേക്കാണ് റെസിസ്റ്റൻസ്, അതേപോലെ എന്താണ് പോസിറ്റീവാണോ, അതുപോലെ ഫിനാൻഷ്യലായിട്ട് ഈ കമ്പനി അല്ലെങ്കിൽ ബാങ്ക് എങ്ങനെയാണ് ഡെലിവറി എങ്ങനെ എടുത്തിട്ടുള്ളവരുടെ എണ്ണം, അപ്പം ആവറേജ് ഡെലിവറി വോളിയം ഒക്കെ കാണിക്കുന്നുണ്ട്.
എത്ര ട്രേഡ് ചെയ്തതിൽ എത്ര പെർസെൻറ്റേജ് ആളുകൾ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്, അന്ന് തന്നെ വിൽക്കാതെ വാങ്ങി വെച്ചിട്ടുണ്ട്, അങ്ങനെ തുടങ്ങി ഏതാണ്ട് അതിനെ സംബന്ധിക്കുന്ന 80-90% കാര്യങ്ങളും ഈ ആപ്പിനകത്ത് തന്നെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് സ്ഥലങ്ങളിലൊന്നും പോയി സെർച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു സാധനം അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുക, ഈ ഒരു ഷെയർ മേടിക്കണമെങ്കിൽ നമ്മൾ ഫെഡറൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന പൈസയെ പറ്റി നമുക്ക് ബോധമുണ്ട്, നമുക്ക് എത്ര രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഷെയറിൻ്റെ വില 84.90 പൈസയാണ്. ഇന്ന് 1 രൂപ താന്നിട്ടുണ്ട്. അപ്പം എക്സ്ചേഞ്ച് ഉണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ബൈ ഓർഡർ ഇടുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള മാർജിൻ അനുസരിച്ച് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൽ കാണിക്കുന്നത് പ്രൈസസ്, പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. ഏത് പ്രോഡക്റ്റാണ്? CNC എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് ക്യാരി എന്നാണ്. അപ്പോൾ ഇതിൽ MIS ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ആണ്. അതായത് ഇൻട്രാഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മേടിക്കുന്ന സ്റ്റോക്ക് നമ്മൾ ഇന്ന് തന്നെ വിൽക്കണം, അല്ലെങ്കിൽ ഈവനിങ് ഒരു 3:15 ശേഷം ഇത് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനി തന്നെ സ്ക്വയർ ഓഫ് ചെയ്യും. എക്സ്ചേഞ്ച് റൂൾ അനുസരിച്ച് സ്ക്വയർ ഓഫ് ചെയ്യും. അതാണ് MIS ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഈ പറയുന്ന, നമ്മളിപ്പം ഇൻട്രാഡേ തന്നെയാണ് ബ്രാക്കറ്റ് ഓർഡറും ചെയ്യുന്നത്. ഈ പറയുന്ന ഓർഡറിൻ്റെ കൂടി നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടി കൊടുക്കുന്നു. അതായത് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 84.60 പൈസയാണ്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ച് ഇൻട്രാഡേയിലാണ് മേടിച്ചു, ഇന്ന് തന്നെ വിൽക്കണമല്ലോ. പക്ഷേ ഒരു 82 രൂപയിൽ താഴോട്ട് പോയി, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോസ് ഉണ്ട്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു 1000 സ്റ്റോക്ക് മേടിക്കുന്ന ഒരാൾക്ക് 2000 രൂപ മാത്രമേ നഷ്ടം സഹിക്കാൻ പറ്റുള്ളൂ എങ്കിൽ ഈ 2 രൂപ താന്നു കഴിഞ്ഞാൽ, അതായത് 82.60 പൈസയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ നഷ്ടമാണ്. അയാളുടെ ക്യാപിറ്റൽ പോയിക്കൊണ്ടേയിരിക്കും ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അയാൾക്ക് ആ ലോസ് മിനിമൈസ് ചെയ്യാൻ, സപ്പോസ് 82.60 പൈസയിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എൻ്റെ സ്റ്റോക്ക് സെല്ലാവണം എന്നുള്ള ഒരു ഓർഡർ കൂടി ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് പോകണമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് സ്ക്വയർ ഓഫ് ഓർഡറും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ബ്രാക്കറ്റ് ഓർഡർ ചെയ്യുന്നില്ല, നമ്മൾ ക്യാഷ് ആൻഡ് ക്യാരി ഓർഡറാണ് ചെയ്യുന്നത്. ഇവിടെ വേണേൽ സെല്ല് കൊടുക്കാം, അതും എല്ലാം ഉണ്ട്. ക്യാഷ് ആൻഡ് ക്യാരിയിൽ മേടിച്ചത് കൊണ്ട് ഇന്ന് തന്നെ വിറ്റാൽ അത് ഇൻട്രാഡേ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അക്കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. അപ്പം ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും, AMO എന്ന് പറഞ്ഞ് താഴെ അറ്റത്ത്. AMO എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്നാണ്. നമ്മുടെ മാർക്കറ്റ് അവേഴ്സ് ഉണ്ട്, അതായത് രാവിലെ 9 മണിക്കും വൈകുന്നേരം 3:30ക്കും ആ ഗ്യാപ്പിലല്ലാത്ത സമയത്ത് പ്ലേസ് ചെയ്യുന്ന ഓർഡറുകളിലൊക്കെ നമ്മൾ AMO ആയിട്ട് പ്ലേസ് ചെയ്യുക. അടുത്ത ദിവസം എക്സ്ചേഞ്ച് ഓപ്പൺ ആവുന്ന ടൈമിൽ മാത്രമേ അത് എക്സ്ചേഞ്ചിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുക്കുന്നു 84.60 അല്ലെങ്കിൽ 84.70. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഒരു 10 പൈസയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എളുപ്പം എക്സിക്യൂട്ട് ആവാൻ വേണ്ടി ഇപ്പം മാക്സിമം പ്രൈസിൽ തന്നെ ഞാൻ ഓർഡർ ഇട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചാർട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി എത്രയാണ്, എത്ര രൂപ പ്രൈസ് ആയിട്ടുണ്ട്, അപ്പോൾ ഓർഡറിൻ്റെ വാല്യൂ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ഷെയറേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ 10 840 ഇപ്പോൾ അങ്ങനെ വന്നേനെ. അപ്പോൾ ഇത്രയാണ് 847 രൂപയോളം വന്നേനെ 10 രൂപയായിരുന്നെങ്കിൽ. അപ്പം ഇത്രയാണ് ഈ സാധനം കൃത്യമായിട്ട് കാണിക്കുന്നത്. ഇനി നമ്മൾ ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പ്രൈസ് അടുത്തോട്ട് കൊടുത്തു തന്നെ, ഏറ്റവും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന അതേ പ്രൈസിൽ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയി എന്ന് ഈ ട്രേഡ് ബുക്കിൽ കാണിക്കുന്നുണ്ട്. ട്രേഡ് ബുക്കിൽ ഓർഡർ വന്നിട്ടുണ്ട്, ഓർഡർ ബുക്കിലും അത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് പൊസിഷൻസിലേക്ക് പോയി നോക്കാം. താഴെ അറ്റത്താണ് പൊസിഷനിൽ ഈ പറഞ്ഞ ഓർഡർ വന്നിട്ടുണ്ട്. 84.60 പൈസയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കൃത്യമായിട്ട് കാണിക്കുന്നു. ഇവിടെ നമുക്ക് കാണിക്കുന്ന ലോസ്, MTM താഴെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഇന്ന് തന്നെ ഈ ഷെയർ വിൽക്കണമെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്ക്വയർ ഓഫ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. അല്ല, കുറച്ചും കൂടി ഷെയർ മേടിക്കണമെങ്കിൽ ആഡ് മോർ കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഷെയറുകളുണ്ടല്ലോ, നമ്മൾ നേരത്തെ ഈ ഷെയർ ഇന്ന് മേടിച്ച് അടുത്ത ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡെലിവറി ആയി ഹോൾഡിങ്സിലേക്ക് മാറും. അപ്പോൾ പൊസിഷന് വേണ്ടി തന്നെ ഹോൾഡിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നലെ മേടിച്ച ഷെയറാണിത്, IDFC ഫസ്റ്റ് ബാങ്ക്. അപ്പോൾ ഇത് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പൊസിഷനും ഹോൾഡിങ്ങും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പം ഹോൾഡിങ്സിൽ നോക്കുമ്പോഴത്തേക്ക് IDFC ഫസ്റ്റ് ബാങ്ക് ഉണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ഓഫ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ഓഫ് ആയി സെല്ലായി പോകും. ഞാനിപ്പോൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നത് സെല്ലായി പോകുന്നു. പിന്നെ ഇതിൻ്റെ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ വാച്ച് ലിസ്റ്റ് എത്രയും സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്തിടാം. പിന്നെ അനലിറ്റിക്സ് ഉണ്ട്, റൈസ് ഫോളിങ്ങും ബുള്ളിഷ് ആണോ അതല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് കണ്ടീഷൻ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്ന ഓർഡർ ബുക്കാണ്. ഈ ഓർഡർ ബുക്കിൽ ഇപ്പം വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓർഡർ ബുക്കിൽ വേറെ പ്രത്യേകതയും കൊണ്ടുണ്ട്. സപ്പോസ് നമ്മളൊരു ഓർഡർ ഇടുകയാണ്. അപ്പോൾ ഓർഡർ
ഇപ്പം ഞാൻ ഓർഡർ വാച്ച് ലിസ്റ്റിലേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ കണ്ട തന്നെ ഫെഡറൽ ബാങ്ക്. അപ്പം ഫെഡറൽ ബാങ്കിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഇപ്പോൾ 84 രൂപയിൽ. ഞാൻ 81 രൂപയ്ക്ക് ഒരു ഓർഡർ ഇടുകയാണ്. സപ്പോസ് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പും നമുക്ക് മാറ്റാൻ വല്ല ചാൻസും ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ മാർജിൻ എക്സീഡിങ് അല്ലേ നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പം ക്യാഷ് ആൻഡ് ക്യാരിയിൽ നമ്മളൊരു ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ ബുക്കിൽ. അപ്പോൾ ഇതിൽ പെൻഡിങ് ഓർഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്കിൽ നമ്മളിപ്പോൾ ഇട്ടുള്ള 81 രൂപയുടെ ഓർഡറാണ് പെൻഡിങ്ങിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഓർഡർ നമുക്ക് തെറ്റി വന്നതാണ്, അല്ലെങ്കിൽ ഈ ഓർഡർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, ഇത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇതിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഈ ഓർഡറെ നമുക്ക് പ്ലേസ് ചെയ്യണമെന്നില്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അഥവാ ഇതിൻ്റെ പ്രൈസ് എന്തെങ്കിലും നമുക്ക് മോഡിഫൈ ആണെങ്കിൽ ഇതേപോലെ മോഡിഫൈ ചെയ്ത് റിവ്യൂ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഓർഡർ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓർഡർ ക്യാൻസലായി. ഇനി അടുത്തത് എല്ലാവർക്കും ഉള്ള സംശയം പോലെ ഇതിനകത്ത് റിസർച്ച് കോളുകൾ വരും. റിസർച്ച് കോളുകൾ ഇതിനകത്തിൽ വരുന്നതാണ്. ഇപ്പം ഇന്ന് റിസർച്ച് കോളുകൾ കിടക്കുന്നുണ്ട്. ഫോർ ടു ഓപ്പൺ കോൾസാണ്. ഭാരതി എയർടെൽ അത് ഓപ്ഷൻസിലാണ് കിടക്കുന്നത്. അതേപോലെ എക്വിറ്റിയിൽ കിടക്കുന്ന M&Mൻ്റെ ഷെയർ മേടിക്കണം എന്നൊരു ഇത് പറയുന്നുണ്ട്. എൻട്രി 290 റുപ്പീസിലാണ്. ഇപ്പം 775 രൂപയുള്ള 290 റുപ്പീസ് എന്ന് പറയുന്നതിൻ്റെ റെസിസ്റ്റൻസ് സോണാണ്. ആ സോൺ മറികടന്ന് എത്തിയാൽ മാത്രം മേടിക്കാം, എന്നാലേ ഒരു മുകളിലേക്ക് ഒരു പോക്ക് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ഇൻട്രാഡേയിലും പ്രത്യേകിച്ച് റെക്കമെൻഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. സാധാരണ നല്ല രീതിയിൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഒരു ബ്രോക്കർ കൂടിയാണ് പ്രോഫിറ്റ് മാർട്ട്. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇനി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പേ അത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പണം നമുക്ക് തിരിച്ചെടുക്കേണ്ടത്, അത് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ പേ ഔട്ട് എടുക്കുക. ഈ പേ ഔട്ട് എടുത്തു കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ പൈസ എത്തുന്നതായിരിക്കും. അതാണ് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഒരു രീതി. പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലെഡ്ജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര രൂപ നമ്മൾ ഇട്ടു, എത്ര രൂപ ഡെബിറ്റ് ഉണ്ടായിട്ടുണ്ട്, അത് എന്തൊക്കെ കാര്യത്തിനാണ് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ നമ്മുടെ കോൺട്രാക്ട് നോട്ടുകളും കാര്യങ്ങളും നമ്മൾ മേടിച്ചിട്ടുള്ളതിൻ്റെ കരാർ, അതായത് കോൺട്രാക്റ്റൊക്കെ നമുക്ക് ഇമെയിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് എനിക്ക് ബ്രീഫായിട്ട് ഇതിൽ പറയാനുള്ളത്. ഈ എങ്ങനെയാണ് ഒരു ഷെയർ വാങ്ങിക്കുന്നതെന്നും വിൽക്കുന്നതെന്നും പറ്റിയുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്.